ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ഫോണിൻ്റെ സ്റ്റോറേജ്, അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ്, പ്രത്യേകിച്ച് നമ്മുടെ ബാറ്ററി, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ലോസ് ആകാറുണ്ട്. നമുക്ക് ബാറ്ററി 100% ഒക്കെ ചാർജ് ചെയ്ത് വെച്ചാൽ പോലും നമ്മുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാറുണ്ട്. കാരണം നമ്മൾ ഉച്ചവരെയൊക്കെ ഉപയോഗിച്ച്, നമ്മൾ വൈകുന്നേരം വരെയൊക്കെ സാധാരണ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഉച്ചവരെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പുതിയ ഫോൺ മേടിക്കുന്ന ആ ഒരു പെർഫോമൻസ് കിട്ടുന്നില്ല. നമ്മൾ എത്ര ഇൻ്റർനെറ്റ് ചാർജ് ചെയ്താലും നമുക്കത് കൂടുതൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ഇൻ്റർനെറ്റ് തനിയെ വേസ്റ്റായി പോകുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫോണുകൾ ഹാങ് ആകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. നമുക്കൊരു 2 സെറ്റിങ്സിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. ഫസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക. ഗൂഗിളിൽ നമുക്ക് റെക്കമെൻഡ്, ഓൾ സർവീസ്, അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് വരുന്നത്. റെക്കമെൻഡിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾ സർവീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾ സർവീസിൽ കുറേ അധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. അതനുസരിച്ച് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ സ്കാൻ ഫോർ നിയർ ബൈ ഡിവൈസ് ഇത് നമുക്ക് ഓൾറെഡി ഓൺ ആയിരിക്കും. ഇത് ഓൺ ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള ഡിവൈസുകൾ, അത് ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ്, അങ്ങനെ എന്തായിക്കോട്ടെ, അത് ഓൾറെഡി ഏത് സമയവും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം അവൈലബിൾ ഡിവൈസ് നിയർ ബൈ എന്ന് പറഞ്ഞിട്ട് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഈ ഡിവൈസ് ഇല്ലാത്ത പക്ഷം ഇതിങ്ങനെ സ്കാനിങ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് ഡിവൈസുകളുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമുക്ക് ഒരിക്കലും പ്രയോജനമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ 2 ഓപ്ഷൻസും നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റിനെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിയെ സേവ് ചെയ്യാം. നമ്മുടെ ഫോൺ ഹാങ് ആകുന്ന ഇഷ്യൂസൊക്കെ നമുക്ക് കുറച്ചധികമായിട്ട് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഈ 2 ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ആണെങ്കിൽ ഒന്ന് ഡിസേബിൾ ചെയ്ത് നോക്കുക. ഡിസേബിൾ ചെയ്ത് വെച്ച് ഫോണൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു സെറ്റിങ്സും കൂടെ പരിചയപ്പെടാം. ഈ 2 സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ഈ ഞാൻ പറഞ്ഞ ഉള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ പരിചയപ്പെടാം. രണ്ടാമത്തെ ഓപ്ഷനും നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെയും ആവശ്യം ഉണ്ടായിട്ടുമൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കൊരു 50 ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ നമുക്ക് വേണ്ടാത്ത സമയത്ത് ഡിസേബിൾ ചെയ്ത് വെക്കാനും നമുക്ക് വേണ്ട സമയത്ത് എനേബിൾ ചെയ്യാനായിട്ടുമൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേണ്ടാത്ത സമയത്ത് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കും. നമ്മുടെ ഫോൺ ഹാങ് ആകുന്ന ഇഷ്യൂസ്, നമ്മുടെ ബാറ്ററി ചാർജ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നുകൊണ്ട് ഡാറ്റ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സേഫ്റ്റിക്കെല്ലാം ബെറ്ററാണ്. എന്താണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. നമുക്കതിനായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് തന്നെ ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിൽ നിങ്ങളുടെ പല ടൈപ്പിലായിരിക്കും ചില ഫോണുകളിൽ വരുന്നത്. ആപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്, ഇതിനകത്ത് ആപ്സ് എന്നാണ് വരുന്നത്. ജസ്റ്റ് ഈ ഫോണിലെ ആപ്പ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ ആപ്ലിക്കേഷൻസും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഐറ്റംസ് എല്ലാം ഇവിടെ കാണാം. അതിൻ്റെ ഈ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് 3 ഡോട്ട് കാണാം. അതിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് കുറേ അധികം ആപ്ലിക്കേഷൻസ് കാണാം. എൻ്റെ ഫോണിലിപ്പം നിലവിൽ സിസ്റ്റം ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ പുതിയ ഫോൺ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ അതിനകത്ത് സിസ്റ്റത്തിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, ഗെയിമുകൾ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ്, അങ്ങനെ നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ടാണ് നമുക്ക് പുതിയ ഫോണുകൾ കിട്ടുന്നത്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കാണുകയാണ്. എന്നാൽ നിങ്ങൾക്കത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഞാൻ അപ്പോൾ തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഞാനിവിടെ ഇത് കൊമേര എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡിലീറ്റ് ചെയ്യുകയോ ഡിസേബിൾ ചെയ്യുന്നോ ഒന്നുമില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് ആദ്യം നോക്കേണ്ടത് പെർമിഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ എത്രയധികം പെർമിഷൻസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. നിങ്ങൾ അലോ പെർമിഷൻ കൊടുത്തിരിക്കുന്നത് 5 പെർമിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ, ഫോണിൻ്റെ ക്യാമറ ഉപയോഗിക്കാനുള്ള പെർമിഷൻ, കോൺടാക്റ്റ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ, മൈക്രോഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരാനുള്ള ഒരു പെർമിഷൻ, ഇങ്ങനെ 5 പെർമിഷൻസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാം, നമ്മുടെ കോൺടാക്റ്റ് ഉപയോഗിക്കാം, കോൺടാക്റ്റ് എടുക്കാം, നമ്മുടെ മൈക്രോഫോൺ യൂസ് ചെയ്യാം, നമ്മുടെ ഫോണിലുള്ള മുഴുവൻ കാര്യങ്ങളും
യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിൽ ലോങ് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഫോൺ കോൺടാക്റ്റ് എന്ന് കാണിക്കുന്നെങ്കിൽ ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോണ്ട് അലോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ അലോ കൊടുക്കുകയാണ്. നിങ്ങൾ ഉപയോഗിക്കാത്തതാണെങ്കിൽ ഇത് ഡോണ്ട് അലോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ എല്ലാം കേട്ടോ, ഈ കോൺടാക്റ്റ് മൈക്രോഫോൺ എല്ലാം ഇതുപോലെ ഡോണ്ട് അലോ കൊടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാറ്ററി യൂസേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് ഓൾറെഡി അലോ ബാക്ക്ഗ്രൗണ്ട് ആക്റ്റീവ് ആണെങ്കിൽ, ഇത് ഡിസേബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് നിങ്ങൾ ആക്റ്റീവായിട്ടാണ് കിടക്കുന്നത്, ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്തിടുക. കാരണം നമ്മുടെ ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു പെർമിഷൻ കേൾക്കുന്നതാണ്. അത് നിങ്ങൾ വേണ്ട ഓഫ് ചെയ്തിടുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബാറ്ററി ഇതുപോലെ പല ആപ്ലിക്കേഷനിൽ കേട്ടോ, ഒരു ആപ്ലിക്കേഷനിലല്ല എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ഉപയോഗിക്കാത്ത ഇതുപോലെ ചെയ്തിടണം. സ്റ്റോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജ് ഡാറ്റ, അതായത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒന്നുമല്ല, വെറുതെ നിങ്ങൾ ഏതെങ്കിലും സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഈ ഡാറ്റയും സ്റ്റോറേജും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം 200 MB ഓളം നമുക്കിവിടെ ഇത് സ്റ്റോറേജ് യൂസ് ചെയ്തിട്ടുണ്ട്, 1.1 MB ഇത് ഡേറ്റയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്ത് വെക്കുക. ഡിസേബിൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനാണ്, പിന്നീട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇവിടെ ജസ്റ്റ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് താഴെ കാണുന്ന റെഡ് ലെറ്ററിൽ സ്റ്റോപ്പ് കാണാം, അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സ്റ്റോപ്പ് ആകും. അഥവാ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഒഴിവാക്കുക. അൺഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കിയാൽ നിങ്ങളുടെ ഫോണിൻ്റെ സ്പേസ് അത്രയധികം വർദ്ധിപ്പിക്കും, നിങ്ങൾക്ക് മെമ്മറി കൂടുതലായിട്ട് വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു 2 വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു 2 കാര്യങ്ങൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. നമുക്ക് മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ, സീ യു.